ഇന്ന് കേരളപ്പിറവി. കേരളത്തിൻ്റെ ഐതിഹ്യവും ചരിത്രവും നമുക്കൊന്ന് പരിചയപ്പെടാം. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നത്. ഈ വർഷം കേരളത്തിന് 69 വയസ്സാകുന്നു. കൊച്ചി, തിരുവിതാംകൂർ, മലബാർ എന്നീ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി 1921 കേരള പ്രദേശ കമ്മിറ്റി രൂപീകരിച്ചത് കേരള രൂപീകരണത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത നാഴികക്കല്ലായിരുന്നു. 1956 നവംബർ 1 കേരളം രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിലെ 14 സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറിയ സംസ്ഥാനമായിരുന്നു കേരളം. 5 ജില്ലകളായിരുന്നു കേരളത്തിൽ അന്നുണ്ടായിരുന്നത്. നവംബർ 1 ചിത്തിര തിരുനാൾ മഹാരാജാവ് തിരുക്കൊച്ചി രാജപ്രമുഖ സ്ഥാനത്ത് നിന്നും വിരമിച്ചു. സംസ്ഥാന തലവനായി രാജപ്രമുഖന് പകരം ബി രാമകൃഷ്ണറാവു ആദ്യ ഗവർണറായി ചുമതലയേറ്റു. 1957 ഫെബ്രുവരി 28 സംസ്ഥാനത്തെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നു. EMSന്റെ നേതൃത്വത്തിൽ ആദ്യത്തെ സർക്കാർ അധികാരമേറ്റു. കേരളം എന്ന പേരിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ചരിത്രകാരന്മാർ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് പങ്കുവെക്കുന്നത്. പ്രാചീന കാലത്ത് കേരളം ഭരിച്ചിരുന്ന ചേര രാജാക്കന്മാരായി ചേർന്ന പദമാണിതെന്നാണ് ഒരു വാദം. സഹ്യപർവ്വതത്തിന് പടിഞ്ഞാറുള്ള പ്രദേശത്തെ ചേരളം എന്ന് വിളിച്ചു. ഈ ചേരളം പിന്നീട് ചേരളമായെന്നും ചാകാരത്തിന് സംസ്കൃതത്തിൽ കാരാദേശം വന്ന് കേരളമായി മാറുകയും ചെയ്തു എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. കേരവൃക്ഷങ്ങൾ നിറഞ്ഞ പ്രദേശമായതിനാലാണ് കേരളം എന്ന പേരെന്ന വാദവും നിലവിലുണ്ട്. അതേസമയം പ്രാചീന കാലത്തെ പല കൃതികളിലും കേരളം എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നു. കേരളത്തിലെ നദികളെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? കേരളത്തിൽ 44 നദികളുണ്ട്. 41 എണ്ണം പടിഞ്ഞാറോട്ടൊഴുകുന്നു, 3 എണ്ണം കിഴക്കോട്ടൊഴുകുന്നു. കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ. പ്രധാന നദികൾ ഇവയാണ്: പെരിയാർ, ഭാരതപ്പുഴ, പമ്പാ നദി, ചാലിയാർ, ചാലക്കുടിപ്പുഴ, കടലുണ്ടിപ്പുഴ, അച്ഛൻ കോവിലാർ, കല്ലടയാർ, മൂവാറ്റുപുഴയാർ, വളപ്പട്ടണം പുഴ, ചന്ദ്രഗിരിപ്പുഴ, മണിമലയാർ. കേരളത്തിലെ ജില്ലകളെ നമുക്കൊന്ന് അടുത്തറിയാം. തിരുവനന്തപുരം തെക്കേ അറ്റത്തെ ജില്ലയാണിത്. ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റ്, ടൂറിസ്റ്റ് വില്ലേജായ വേളി എന്നിവ ഈ ജില്ലയിലാണ്. കൊല്ലം ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല. കശുവണ്ടി വ്യവസായത്തിന് പ്രസിദ്ധമായ സ്ഥലം. കഥകളിയുടെ ജന്മദേശമായ കൊട്ടാരക്കര. കേരളത്തിലെ ആദ്യ എക്കോ ടൂറിസ്റ്റ് കേന്ദ്രമായ തെന്മല, പലരുവി വെള്ളച്ചാട്ടം, ജഡായുപ്പാറ എന്നിവ കൊല്ലം ജില്ലയിലാണ്. പത്തനംതിട്ട ഒരേ ഒരു റെയിൽവേ സ്റ്റേഷൻ തിരുവല്ല മാത്രമുള്ള ജില്ല. പ്രസിദ്ധമായ ആറന്മുള വള്ളംകളി, ശബരിമല ക്ഷേത്രം എന്നിവ ഈ ജില്ലയിലാണ്. കോട്ടയം അക്ഷരങ്ങളുടെ നാടാണിത്. സമ്പൂർണ്ണ സാക്ഷരത നേടുന്ന ആദ്യ പട്ടണവും ആദ്യത്തെ അച്ചടിശാല, ആദ്യത്തെ കോളേജ് എന്നിവ കോട്ടയം ജില്ലയിലാണ്. ആലപ്പുഴ ഏറ്റവും ചെറിയ ജില്ല. കിഴക്കിൻ്റെ വെന്നീസ് എന്നറിയപ്പെടുന്നു. വെള്ളം കളിയുടെ നാട്. ഭൂമിശാസ്ത്ര അതിശയമായ കുട്ടനാട്, ഒട്ടംതുള്ളലിൻ്റെ ജന്മദേശമായ അമ്പലപ്പുഴ എന്നിവ ആലപ്പുഴ ജില്ലയിലാണ്. കാസർഗോഡ് വടക്കേ അറ്റത്തുള്ള ജില്ല. ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല. കണ്ണൂർ കൈത്തറിയുടെ നാട്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല. കോഴിക്കോട് കാപ്പാട് കടപ്പുറം, മാനാഞ്ചിറ മൈതാനം, കടലുണ്ടി പക്ഷി സങ്കേതം, തുഷാരഗിരി വെള്ളച്ചാട്ടം തുടങ്ങിയവ ഈ ജില്ലയിലാണ്. വയനാട് ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ല. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേയൊരു ജില്ല. മലപ്പുറം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല. തിരുനാവായ, പൊന്നാനി, കോട്ടക്കൽ, തിരൂർ, കൊണ്ടോട്ടി, നിലമ്പൂർ എന്നീ സ്ഥലങ്ങൾ ഈ ജില്ലയിലുള്ളതാണ്. പാലക്കാട് ഏറ്റവും വലിയ ജില്ല. കേരളത്തിൻ്റെ നെല്ലറ, സൈലന്റ് വാലി, പറമ്പിക്കുളം, നെല്ലിയാമ്പതി വനങ്ങൾ, മലമ്പുഴ അണക്കെട്ട്, കൽപ്പാത്തി രഥോത്സവം, കുഞ്ചൻ നമ്പ്യാരുടെ ജന്മദേശമായ ലക്കിടി എന്നിവ ഈ ജില്ലയിൽ. തൃശ്ശൂർ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം, പൂരങ്ങളുടെ നാട്, മനോഹര വെള്ളച്ചാട്ടമായ അതിരപ്പള്ളി, ഗുരുവായൂർ ക്ഷേത്രം, കാർഷിക സർവകലാശാല, കേരള കലാമണ്ഡലം എന്നിവ ഈ ജില്ലയിൽ. എറണാകുളം ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ലയാണ് എറണാകുളം. ഏറ്റവും കൂടുതൽ വ്യവസായശാലകളുള്ള ജില്ല. കേരളത്തിലെ പ്രധാന തുറമുഖമായ കൊച്ചി, സലീം അലി പക്ഷി സങ്കേതനം, വാസ്കോഡ ഗാമ അന്ത്യവിശ്രമശാല എന്നീ ജില്ലയിലാണ്. ഇടുക്കി ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ലയാണ് ഇടുക്കി. ഏറ്റവും ഉയർന്ന കൊടുമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല. ഇന്ത്യയിലെ ആദ്യ കമാന അണക്കെട്ട് എന്നിവ ഇടുക്കിയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുതി പദ്ധതി എന്നീ ഈ ജില്ലയിലാണ്. കേരളത്തിലെ കലാരൂപങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. കഥകളി, മോഹിനിയാട്ടം, ചവിട്ടുനാടകം, പടയണി, തെയ്യം, കളരിപ്പയറ്റ്, തിറയാട്ടം, വേലകളി, മാർഗംകളി, ചാക്യാർകൂത്ത്.